എന്റെ കൃഷ്ണ, ബ്രില്യന്റിൽ ഓണോദിക്ക് വന്നേക്കുന്ന കാര്യം നിന്നെ ബ്രില്യന്റിലൊക്കെ കൊണ്ടെത്തിച്ചു. അടുത്ത തവണ MBBS കിട്ടണേ നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റും. 2026 ഒരു ഗവൺമെന്റ് MBBS ഒരെണ്ണമെങ്കിലും എടുത്തരണേ. അതിമോഹമൊന്നുമല്ല, പറഞ്ഞതൊരു എയിംസ് എങ്കിലും എന്റെ കൃഷ്ണ. ഹാപ്പി ആണോ? ഇതെപ്പോ ഒന്ന് ബ്രില്യന്റിന്ന് 2 ദിവസമായി. എങ്ങനെയുണ്ട് നിന്റെ നീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ? എന്താവാൻ, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വിടും. എങ്ങനെയുണ്ട് MBBSിലേക്കും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഓണ സെലിബ്രേഷൻ ഒക്കെ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് റോക്കിംഗ് മെഡിക്കൽ കോളേജ്. അത് ബാംഗ്ലൂരിൽ, അത് ദുൽഖറിന്. എടാ, നമ്മൾ ഈ ക്യാമ്പസിലൊക്കെ എത്തിയാലാണ് ഈ ഓണമൊക്കെ ഒന്ന് ഓണാവുന്നത്. നമ്മുടെ സീനിയേഴ്സും ജൂനിയേഴ്സും മൊത്തത്തിലൊരു പൊളി മൂഡാണ് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ലടാ, നമ്മുടെ ക്യാമ്പസ്, പിന്നെ പോരാത്തന്നെ എൻ്റെ ക്ലാസ്, അതിലൊക്കെ 90% നമ്മുടെ ബ്രില്യന്റിലെ പിള്ളേരാണോ. ആർപ്പ് വിളിയും ആരവും വടം വലിയൊക്കെ ആയിട്ടുള്ള ഒരു കിടിലം പരിപാടി. എടാ, ഇതിപ്പോ കഴിഞ്ഞ വർഷത്തെ ബ്രില്യന്റിൽ ഓണപരിപാടിക്ക് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മൾ സ്റ്റുഡൻസിനൊക്കെയുള്ള ആകെ പരിപാടി എന്ന് വെച്ചാൽ പഠിച്ചോണം എന്നായിരുന്നു. പിന്നെ പോരാത്തതിന് ഓണത്തിന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് കുടുംബക്കാരൊക്കെ ചോദിക്കും, ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലേ, ഓണം ആഘോഷിക്കുന്നില്ല എന്നൊക്കെ. അന്നൊക്കെ ഞങ്ങൾ ചെയ്തൊരു സാക്രിഫൈസ് ഉണ്ട്. ആ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് പൊളിക്കാൻ പറ്റുന്നത്. ഇപ്പം ഇതുപോലെ നീ ഇപ്പം ഇച്ചിരി കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് അടുത്ത കൊല്ലത്തെ ഓണം നല്ല അടിപൊളിയാക്കാൻ പറ്റും. ഇപ്പൊ നീ എവിടെയാ? ബ്രില്യന്റിൽ. അപ്പൊ നീ ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്ക് അടുത്ത കൊല്ലം ഓണം നല്ല മൂടാക്കിക്കൂടെ? ഏത് മൂട്? മൂട്. എടാ, ഓണം മൂടാ. രാവിലെ തന്നെ ഓണമൊക്കെ ആയിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ മൂടൊക്കെ. ഞാനാകെ കൺഫ്യൂസ്ഡ് ആണ് പഠിക്കുന്ന കാര്യം ഓർത്ത്. അനിയ, നിനക്കിപ്പൊ പറഞ്ഞാ മനസ്സിലാവത്തില്ല. സ്വയം തോന്നി സ്വയം എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പളേ ഞാൻ പോട്ടെ. നാളത്തെ കോളേജിലെ വടം വലിക്ക് ഷാജിപ്പാപ്പനാവാനുള്ളതാണ്. ഞാനൊന്ന് പ്രാർത്ഥിച്ചേച്ചു വരാം. ഷാജിപ്പാപ്പനാക്കല്ലേ കൃഷ്ണ. നീറ്റ് എന്താവും എന്തോ, ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് സ്കോർ അങ്ങ് കേറുന്നില്ലല്ലോ എന്റെ കൃഷ്ണ. മനു, ഓണമൊക്കെ ആയിട്ട് ഈ വഴിക്ക് ഞാനേ പായസമൊക്കെ വെച്ച് കഴിഞ്ഞ എന്നാ പിന്നെ അമ്പലത്തിലേക്കൊന്ന് വരാന്ന് കരുതി. എന്താണ് പരിപാടി? ഓണമൊക്കെ ആയിട്ട് കൂട്ടും കൂടി കറങ്ങി നടന്ന സമയമൊന്നും കളയരുത് കേട്ടോ. അതൊന്നുമില്ല മിസ്സേ. പക്ഷെ ബ്രില്യന്റ് പഠിക്കുന്ന ഒരുമായിപ്പെട്ട എല്ലാ കുട്ടികൾക്കുള്ള കുറച്ച് സംശയം ഞാൻ ചോദിക്കാം. ഈ ഓണം വെക്കേഷനൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞൊരു മൈൻഡ് സെറ്റ് എന്ത് ചെയ്തിട്ടും അങ്ങ് വരുന്നില്ല. ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പോൾ ഓക്കെ, പക്ഷെ വീട്ടിലിരുന്നിട്ട് അങ്ങ് സെറ്റ് ആവുന്നില്ല. ശരിക്കും മോനെ, മോൻ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മൾ കുറച്ച് ദിവസം ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ വേറെ ഒരു കാര്യമുണ്ട്. ഈ സമയം ഓണാഘോഷമാണ് അല്ലേ, ഓണക്കാലമാണ്. ഒരുപാട് ആഘോഷങ്ങളും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും വന്ന് ഒരു ഒത്തൊരുമയുടെ ഒരു ആഘോഷത്തിൻ്റെ നാളുകളാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റലിൽ എങ്ങനെയാണോ ഇരുന്ന് പഠിച്ചത് അതുപോലെ ഒരു ആംബിയൻസ്, ഒരു റൂമിലിരുന്ന് നമ്മൾ പഠിക്കുക. ആഘോഷങ്ങളും അതുപോലെ ഫ്രണ്ട്സിനെയും വീട്ടുകാരെയും ഒക്കെ നമുക്ക് ചെന്ന് കാണാം. അതിന് ഇഷ്ടംപോലെ സമയമുണ്ട്. തൽക്കാലം ഈ ഒരു വർഷം അത് മാറ്റി വെച്ചാൽ MBBSന് അഡ്മിഷനൊക്കെ വാങ്ങിച്ച് ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ മിസ്സേ, ഈ നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് മോഡൽ എക്സാമിന് വേണ്ടിയാണോ അത് ഈ പെൻഡിങ് ടോപ്പിക്സിന് വേണ്ടി? അങ്ങനെ ശരിക്കും നമുക്ക് പെൻഡിങ് ടോപ്പിക്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിപ്പോൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എന്താണോ പെൻഡിങ് ഉള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക. കാരണം പെൻഡിങ് ടോപ്പിക്കുകൾ പിന്നെ പഠിച്ചു തീർക്കാനുള്ള ഒരു അവസരം നമുക്ക് അധികം കിട്ടിയെന്ന് വരില്ല. ആൻഡ് പെൻഡിങ് ടോപ്പിക്കുകൾ പഠിക്കുന്നതിനെ കൂട്ടത്തിൽ വേറെയും ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഓണം വെക്കേഷന് പഠിക്കാനായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്, പെൻഡിങ് ടോപ്പിക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാമും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും എന്തിനായിരിക്കണം? പെൻഡിങ് ടോപ്പിക്കുകൾ പഠിക്കാനായിരിക്കണം. കാരണം അതിന് പിന്നെ ഒരു ചാൻസ് കിട്ടില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പെൻഡിങ് ടോപ്പിക്കുകൾ വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരു എൻ്റയർ ചാപ്റ്റർ ആണോ പെൻഡിങ്, അതല്ല കുറച്ച് കണ്ടന്റ് ആണോ പെൻഡിങ്, അതിന്
അതിനനുസരിച്ച് നിങ്ങളൊരു ടൈം ടേബിൾ, ശരിക്കും പറഞ്ഞാൽ പോകുന്നതിന് തൊട്ട് മുന്നേയുള്ള ദിവസം തന്നെ ഒരു ടൈം ടേബിൾ നിങ്ങൾ പ്ലാൻ ചെയ്യണം. കാരണം അതൊരു ജനറൽ ടൈം ടേബിൾ പറയാൻ പറ്റില്ല. ഒരാൾക്ക് ചിലപ്പോൾ ഫിസിക്സിനായിരിക്കും ഒരുപാട് പെൻഡിങ്, ഒരാൾക്ക് ബയോളജി ആയിരിക്കും, കെമിസ്ട്രി ആയിരിക്കും. അപ്പോൾ ഏത് സബ്ജക്റ്റിന്, ഏത് ടോപ്പിക്, ഏത് കണ്ടന്റിനാണോ പെൻഡിങ് ഉള്ളത് അതിന് കൂടുതൽ സമയം കൊടുത്തൊരു ടൈം ടേബിൾ. പ്ലസ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണോ ഇരുന്ന് പഠിക്കുന്നത് അതേപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുക. പിന്നെ വേറെയും ഒരു കാര്യമുണ്ട് മോനെ, ഈ പെൻഡിങ്ങുകൾ പഠിച്ചു തീർക്കുമ്പോൾ പെൻഡിങ് ടോപ്പിക്സിൽ തന്നെ വരും നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ടോപ്പിക്കുകൾ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും പെൻഡിങ് ടോപ്പിക്കുകൾ തീർക്കുമ്പോൾ പല ചാപ്റ്ററുകളും മോഡൽ എക്സാമിൻ്റെ കയറി വന്നോളും. ഇനി അതല്ല, മോഡൽ എക്സാമിൻ്റെ പെൻഡിങ് ടോപ്പിക്കിലല്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്നുള്ളതിലാണെങ്കിൽ പേടിക്കാനില്ലല്ലോ, ജസ്റ്റ് ഒരു റിവിഷൻ നടത്തിയാൽ പോരെ. അപ്പോൾ അതൊന്ന് റിവിഷൻ നടത്തണം. പെൻഡിങ് ടോപ്പിക്കുകൾ അത് ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കരുത്. അതിനനുസരിച്ച് വേണം നമ്മുടെ ടൈം ടേബിൾ നമ്മൾ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഞങ്ങളുടെ ടെൻഷനൊക്കെ മാറുമായിരിക്കുമല്ലോ മിസ്സേ? പിന്നെ എടാ മോനെ, നീ ബ്രില്യൻറ്റിലല്ലേ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്? എത്രയോ കുട്ടികൾക്ക് അവരുടെ സ്വപ്നം നേടിക്കൊടുക്കാൻ സഹായിച്ച സ്ഥാപനമല്ലേ. നീ ഹാർഡ് വർക്ക് ചെയ്ത് നിന്റെ മാക്സിമം ഇഫേർട്ട് നീ ഇടുവാണെങ്കിൽ ഈ വർഷം തന്നെ നിനക്ക് ഇഷ്ടമുള്ള ഒരു എയിംസിൽ നിനക്ക് അഡ്മിഷൻ കിട്ടും. എനിക്ക് എയിംസ് ഇഷ്ടം മിസ് എങ്ങനെ ഇറങ്ങി? എടാ ഞാനേ ബ്രില്യൻറ്റിലെ പ്രൊഫസറാടാ. കഴിഞ്ഞ എത്ര വർഷങ്ങളായിട്ട് എത്രയോ കുട്ടികളെ കാണുന്നതാണ് ഞാൻ. ദേ ഒരു കാര്യം പറഞ്ഞുതരാം, വാ. നിനക്കേ ഇത് കണ്ടോ, ഈ ബുക്ക് കണ്ടപ്പോൾ നല്ല കളർഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിയതാ. നിനക്ക് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാൻ ഇത് ഉപകാരപ്പെടും. ഇതെൻ്റെ ഓണ സമ്മാനമായിട്ട് നീ കയ്യിൽ വെച്ചോ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. മനു പൊട്ടേട്ടാ, എപ്പോ വന്നടാ? ഇനി ഞാൻ ഓണപ്പരിപാടിക്കൊണ്ടേ പിന്നെ പോണ്ടേ? വട്ടംവലി, പുലിക്കളി, പിന്നെ വല്യപ്പുറത്തിൽ ഓട്ടം, പിന്നെ അശോകന്റെ വീട്ടിലെ സത്യം. വേഗം റെഡിയോ, വേഗം വിട്ടോ. ഓണം കൊണ്ടേട്ടാ, 5 മിനിറ്റ് പോരാ. അമ്മേ മുണ്ട് ഷർട്ട് എടുത്തോ? കൊണ്ടേട്ടാ പോ. നീറ്റ് 2026 ഗവൺമെന്റ് MBBS സീറ്റ്, എയിംസ്, ഇതൊന്നും മറക്കരുത് നീ. അല്ല കുട്ടേട്ടാ, ഞാനില്ല, കുട്ടേട്ടൻ പോകും. അടുത്ത വർഷം വരെ. എന്റെ കൃഷ്ണ മനു, നീലേക്ക് സുനു 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 സുനു. മനു നീ ഉറങ്ങുവാണോ മോനെ? മനുഷ്യന്മാരും ഉറങ്ങത്തില്ലേ? എലോൺ മസ്ക് ഉറങ്ങത്തില്ലേ? അയ്യോ അയ്യോ കഷ്ടപ്പാടിൻ കൂത്ത്, കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. ഹലോ, ഓണം പൊക്കോണം. കണ്ണീലോ കണ്ണീരിൻ പെരുമാറി. നേരം പോലെ എന്റെ പപ്പനാവാ സമയമായി. ആരാ ഇത് സമയമില്ലാത്ത നേരത്തെ വിളിക്കാം. മിസ് പറഞ്ഞ പോലെ മോഡൽ എക്സാമിന് പഠിച്ചിട്ട് നല്ല മാർക്ക് കിട്ടി. ആര് പറഞ്ഞ്? എപ്പ പറഞ്ഞ്? എങ്ങനെ പറഞ്ഞ്? മിസ് പറഞ്ഞ ഓണത്തിന് അമ്പലത്തിൽ വെച്ചു. എന്തിനെടുക്കാ നിനക്ക്? ഞാനും എന്റെ പിള്ളേരും കെട്ടിയും കൂടെ തിരുവനന്തപുരത്ത് പോയിരിക്കായിരുന്നു ഓണം ആഘോഷിക്കാൻ. പഠിച്ചു പഠിച്ച് കിളിയും പോയാ. എനിക്ക് ക്ലാസ് എടുക്കാൻ സമയം. ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് സ്കോർ അങ്ങ് കേറുന്നില്ലല്ലോ എന്റെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. പറഞ്ഞതൊരു എയിംസെങ്കിലും. ഈ വർഷം തന്നെ നിനക്ക് ഇഷ്ടമുള്ള ഒരു എയിംസില് നിനക്ക് അഡ്മിഷൻ കിട്ടും. എനിക്ക് എയിംസ് ഇഷ്ടം മിസ് എങ്ങനെ ഇറങ്ങി? ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിലോട്ട് വന്നാ മതി. ഈ ബുക്ക് കണ്ടപ്പോൾ നല്ല കളർഫുൾ, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ വാങ്ങിയതാ. ഇതെൻ്റെ ഓണ സമ്മാനമായിട്ട് നീ കയ്യിൽ വെച്ചോ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതെന്നെ നിന്നെ നാട്ടുകാർ മുഴുവൻ വൈറ്റ് കോട്ടിട്ട് കാണണമെങ്കിൽ പോയിരുന്നു പഠിക്കടാ. അപ്പൊ ഈ ഓണം പഠിച്ചോണം.